ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? ഞാൻ ഇവിടെ സുഖമായിട്ടിരിക്കണേ. എപ്പോഴും ഞാൻ ഡേ ഇൻ മൈ ലൈഫ് വീട്ടിലത്തല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചപ്പോൾ കുറച്ച് ദിവസമായിട്ട് പുറത്തൊക്കെ പോകാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന്. പിന്നെ അമ്മ എന്തിനാണ് കലിപ്പായിട്ടിരിക്കണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരില്ല നേരത്താണ് ഞാൻ വ്ളോഗ് എടുക്കണേ. അപ്പോൾ അതുകൊണ്ടാണ് അമ്മ കലിപ്പായിട്ടിരിക്കുന്നത്. അമ്മയുടെ കൂടെ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ നല്ല ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആവട്ടോ. അമ്മയോട് ഇപ്പോൾ എന്താ പറയുക, അമ്മയുടെ വിചാരം കാർ ഓടുന്നത് എയറിലാണ്. പെട്രോൾ അടിക്കാൻ നിർത്തിയതിന് അമ്മ അങ്ക ഉണ്ടാക്കണ കാണായിരുന്നു. മീൻസ് നേരില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, പെട്രോൾ അടിക്കണമല്ലോ. പിന്നെ നമ്മുടെ ആണെങ്കിൽ കുറച്ച് ദിവസം മുന്നേ ആണെങ്കിൽ ഈ മിററിൻ്റെ ഒരു സംഭവം ഇതായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് അടർന്നിട്ടുണ്ടായിരുന്നില്ല, പെട്ടെന്ന് അത് വരുന്ന സമയത്തൊന്ന് അടർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കാണെങ്കിൽ അത് ഫിക്സ് ചെയ്യേണ്ട കാര്യം നടത്തിയിട്ട് വേഗം വരിക എന്നുള്ള പ്ലാനായിരുന്നു. പക്ഷെ അമ്മ പറഞ്ഞു എന്തായാലും അത് ഫിക്സ് ചെയ്തിട്ട് ഭയങ്കര വൃത്തികേടാണ്. അതിപ്പോൾ ഇവിടെ നമ്മുടെ തൃശ്ശൂർ ഉള്ളൊരു സ്ഥലത്താട്ടോ. അപ്പോൾ അവിടെ വന്നിട്ട് വേഗം റെഡിയാക്കി. അപ്പോൾ ലവ്യും അമ്മയും എന്ത് പുറത്തത് ലവ്യ നിരീക്ഷിക്കുകയാണ്. അമ്മയാണെങ്കിൽ എന്നോട് GPay ചെയ്യാതെ ചെയ്യും. അമ്മയാണ് തിരക്കും ഇതൊക്കെ പിടിച്ചിട്ട്, ഞാനാണെങ്കിൽ വണ്ടിയിലിരുന്നിട്ട് ഓരോ കാര്യങ്ങളും എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മേക്കപ്പ് ആണെങ്കിൽ ഭയങ്കരമായിട്ട് എന്താ പറയുക, ഞാനിപ്പോഴാണെങ്കിൽ ഒരു പുതിയൊരു കൺസീലർ ഇട്ടിട്ടുണ്ടായിരുന്നത്. നല്ല സംഭവമാണ്. സത്യം പറയാം ഇതൊന്നും ഇടേണ്ട ആവശ്യമില്ല, വെറുതെ കിട്ടിയപ്പോൾ ഒന്ന് ഇട്ട് നോക്കിയതാണ്. നല്ല ഹ്യൂമിഡ് ക്ലൈമറ്റ് ആയതുകൊണ്ട് എല്ലാം ഇതാവുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഗോൾഡ് എടുക്കാൻ വേണ്ടി വന്നേക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഓൾറെഡി എന്താ പറയുക ഒരു ന്യൂ വള എടുക്കുന്നുണ്ടായിരുന്നു. വന്നപ്പോൾ അതേ കുറച്ച് ന്യൂ പാറ്റേൺസ് ചെയിനും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി വെച്ചതാട്ടോ. അപ്പോൾ വളകളാണെങ്കിൽ ഇതൊക്കെ ഇഷ്ടമായി. എൻ്റെ മറ്റേത് പണ്ടത്തെ വളയായിട്ട് കണ്ടില്ല ഈ കാണണത്. അപ്പോൾ ഇത് കുറേ ന്യൂ വളകളും കാര്യങ്ങളൊക്കെ കണ്ടു. ലവ്വിക്കാണെങ്കിൽ എല്ലാം വേണം. അത് പിച്ച് പറക്കിൽ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അമ്മയാണ് ഓരോ ചിന്തിക്കട്ടോ. അമ്മയുടെ കൂടെ വരുമ്പോൾ നമുക്കുള്ളൊരു പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് വഴി അറിയില്ലെങ്കിലും അമ്മയ്ക്ക് വഴി അറിയാവുമായിരിക്കും കേട്ടോ. പക്ഷേ അമ്മ പറഞ്ഞു തരുന്ന വഴി തെറ്റാന്ന് മനസ്സിലാക്കാനുള്ളൊരു ബുദ്ധിയും ബോധമൊക്കെ നമുക്കുണ്ടാവും. അമ്മയ്ക്കാണെങ്കിൽ വഴികൾ അറിയില്ല കേട്ടോ. വഴി അറിയാത്ത ഞാൻ അവസാനം വഴി അറിയേണ്ട ഒരു അവസ്ഥ കേട്ടോ. അതാണ് ആകെ ഒരു ഡിസഡ്വാൻറ്റേജ് അമ്മയുടെ കൂടെ പോകുമ്പോഴേക്ക് തോന്നിയിട്ടുള്ളത്. നമുക്ക് ഭ്രാന്ത് പിടിക്കും ആ വഴി ഈ വഴി എന്നൊക്കെ പറഞ്ഞിട്ട്. അല്ലെങ്കിൽ നല്ല ചില്ല് വൈബാട്ടോ. അപ്പോൾ പിന്നെ അതേ ഞങ്ങൾ സംഭവമൊക്കെ എടുത്തു. ഞാൻ അടുത്ത വീഡിയോയിൽ കാട്ടാട്ടോ. ഈ വീഡിയോയിൽ ഞാൻ കാട്ടാൻ മറന്നു. ഞാൻ ഒരു വള എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളിതേ ക്യാബ് ബുക്ക് ചെയ്തു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കാണെങ്കിൽ വയ്യ ഇനി ഡ്രൈവ് ചെയ്തിട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും പോയായിരുന്നു കേട്ടോ. ഒരു പുതിയൊരു ഒരു നസ്രാണി സ്പെഷ്യൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ലവ്വിയുടെ നെറ്റി എന്താ വീർത്തിരിക്കണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലവ്വി വീണിട്ടുണ്ടായിരുന്നു കേട്ടോ. ലവ്വിയുടെ വീഡിയോസൊന്നും അതാണ് ഞാൻ അധികം കാട്ടാത്ത. ലവ്വി വീണിട്ട് നെറ്റിയുടെ അവിടെ ഇതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇങ്ങനെ ഇരിക്കണേ. എപ്പോൾ നോക്കിയാലും ലവ്വി ഈ തലകുത്തി വീഴലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എനിക്കാണെങ്കിൽ അവളുടെ ഇപ്പോൾ വീഡിയോസ് ഇടാൻ പണ്ടത്തെ പോലെ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. അതാണിപ്പോൾ ഞാൻ ലവ്വിയുടെ അങ്ങനെ വീഡിയോ ഇടാത്ത. കുറേ പേര് കമൻറ്റ്സ് ഇടാറുണ്ട്, കണ്ണു പറ്റും ഉണ്ണീനെ അങ്ങനെയൊക്കെ പറഞ്ഞ പോലെ തന്നെ. അങ്ങനെ ഓരോ വീഴ്ചയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ എനിക്ക് സത്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് കുറവായിട്ടല്ല വീഡിയോ എടുക്കാൻ വേണ്ടി. കോർണിഷ് റെസ്റ്റോറൻറ്റിൽ നമ്മൾ വന്നേക്കാട്ടോ. കോർണിഷ് റെസ്റ്റോറൻറ്റ് നമ്മുടെ തൃശ്ശൂരുള്ളത്. അവരുടെ ഒരു നസ്രാണി ഫുഡ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് സ്വന്തമായിട്ട് പറയുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഈസ്റ്ററിന് സ്പെഷ്യലായിട്ട് അവർ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഐറ്റം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ എത്ര പേരുള്ളൂ, അപ്പോൾ അധികം ക്വാണ്ടിറ്റിയിലുള്ള ഫുഡ് ഞങ്ങൾക്കൊന്നും കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു പ്ലാറ്ററിൽ കുറേ ഡിഫറെൻറ്റ് കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണെങ്കിൽ നമുക്ക് ഫുഡ് നമുക്ക് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, വരാൻ പറ്റുമോ. അപ്പോൾ ഞാൻ ഓക്കെ എന്തായാലും വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ദ്യാദു ബാബിക്കാണെങ്കിൽ വിയാരുവിനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വിയാരു ഉണ്ടെങ്കിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, അടങ്ങിയിരിക്കും. അവളെപ്പോഴും കൈ പിടിച്ച് നടക്കുക അങ്ങനെയൊക്കെയാണ് അവന് ഇഷ്ടമുള്ള ഓരോ കാര്യങ്ങൾ കേട്ടോ. എന്നാലും കുറുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാർട്ടൂണൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്കാണെങ്കിൽ അവിടെ ഇഷ്ടമായിട്ട് ഞങ്ങൾ ഫോട്ടോ സെക്ഷനും കാര്യങ്ങളും അങ്ങോട്ടും എന്തായാലും ഇങ്ങോട്ടും എന്തായാലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഇങ്ങനെ കസിൻസൊക്കെ ഇങ്ങനെ എല്ലാവരും കൂടിയിട്ട് കാണുമ്പോൾ ഭയങ്കര സന്തോഷവും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ആ ചേട്ടൻ നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ഇതേ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ എടുത്തു. എൻ്റെ എന്താണെന്ന് അറിയില്ല, ഐഫോണിൽ ഫോട്ടോ എടുക്കുമ്പോൾ പോർട്രേറ്റ് മോഡ് ഒരു രസമില്ല കേട്ടോ. വീഡിയോസ് എടുക്കുമ്പോൾ നല്ല രസമാണ്. അതെന്താണെന്നറിയില്ല, എന്തെങ്കിലും സെറ്റിങ്സോ കാര്യങ്ങളോ. അത് ഈ ഫോൺ കയ്യിൽ കിട്ടി അന്ന് തൊട്ടിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ്. പോർട്രേറ്റ് മോഡിൽ എൻ്റെ എന്തോ ഒരു രസത്തിൽ കിട്ടാറില്ല കേട്ടോ. ബട്ട് വീഡിയോസും അത് സിനിമാറ്റിക് മോഡൊക്കെ വൗ നല്ല അടിപൊളിയായിട്ട് കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളാണെങ്കിൽ
ക്യാബ് വിളിച്ച് പോന്നപ്പോൾ എന്താ സമാധാനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല എനിക്ക് റെസ്റ്റൊക്കെ കിട്ടി. ബാക്ക് പെയിനൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് സൈക്കിൾ മേലെ ഒന്ന് പൊക്കി കൊണ്ടിട്ട് നല്ല രീതിയിൽ നൈസായിട്ട് തണ്ടൽ ഉളുക്കി. പിന്നെ ഞാൻ അറിയാത്ത ഭാവത്തിൽ നടക്കണം. അമ്മ വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്തപ്പോഴേക്ക് ഇനി ചീത്ത കേൾക്കാൻ വയ്യ, അല്ലെങ്കിൽ വയ്യ. അപ്പോൾ അതുകൊണ്ട് ഞാൻ മിണ്ടാണ്ടിരിക്കുമായിരുന്നു കേട്ടോ. പിന്നെയാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് തല വെട്ടി പൊളിഞ്ഞിട്ട് തലവേദന എടുത്തിട്ടിരിക്കുകയായിരുന്നു. ഞാനാണ് ഇഷ്ടിച്ചിട്ട് എന്തോ കാര്യമായിട്ട് എന്തൊക്കെയോ വീഡിയോ എടുക്കേണ്ട എന്തൊക്കെയോ കാര്യം പറയായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചു എന്തിട്ടാണ് ഈ വീടായിട്ടുള്ള ഒരു എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ആംബിയൻസ്, നല്ല അടിപൊളി സെറ്റപ്പ്, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമായിട്ടോ വന്നിരുന്നപ്പോൾ. പിന്നെ ഇവിടെ എവലൈ ഫാനാണ് ഞാൻ. അപ്പോൾ ഇവളയൊക്കെ വേഗം തന്നെ കണ്ടുപിടിച്ചു. പിന്നെ ഇപ്പോഴും സൗണ്ട് നൈറ്റ് ആകുമ്പോൾ എൻ്റെ സൗണ്ടൊക്കെ പോയിട്ടൊരു പരിവാവും. രാവിലെ ട്രാവൽ ചെയ്തുകൊണ്ട് എന്താണോന്ന് അറിയില്ല, നൈറ്റ് ആകുമ്പോൾ സൗണ്ടൊക്കെ പോയിട്ട് കാറ്റ് മാത്രമായിട്ട് വരാറ്. പിന്നെ ആദുബാബിക്ക് അത്ഭുതം കുറേ നേരം അടങ്ങി ഒതുങ്ങിയൊക്കെ ഇരിക്കണമായിരുന്നു. ലാസ്റ്റ് മിനിറ്റ് ആയപ്പായിരുന്നു വേഷം കെട്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനാണെങ്കിൽ ഇതേ കുറച്ച് വീഡിയോസ് എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വ്ളോഗിൽ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ വേണ്ടേ. പിന്നെ അതുമാത്രമല്ല, നമുക്ക് പ്രായമായി വയസ്സായി തള്ളയൊക്കെ ആകുമ്പോൾ ഇതൊക്കെ ഇരുന്ന് കാണുമ്പോൾ നമുക്ക്, അല്ലെങ്കിൽ ആദ്യമൊക്കെ വലിയ ചെക്കനായി ആദ്യൻ്റെ കല്യാണം കഴിഞ്ഞ് അവർക്ക് പിള്ളേരായി, ലവ്വിക്ക് കല്യാണം കഴിഞ്ഞ് പിള്ളേരൊക്കെ ആകുമ്പോൾ അവർക്കൊക്കെ ഇതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ. വിയാരുവിനാണെങ്കിലും അശ്ചേച്ചിക്കാണെങ്കിലും ഷാരിക്കാണെങ്കിലും അല്ലേ. അപ്പോൾ കസിൻസ് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് കുറേ നാളായിട്ടോ പുറത്തൊക്കെ പോയിട്ട്. അപ്പോൾ ഇന്നാണെങ്കിൽ പുറത്ത് വന്നപ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. ഞാൻ ആദ്യം അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കുക, വീഡിയോസ് എടുക്കുകയാണ്. ഞാൻ എന്തൊക്കെയാണ് അങ്ങോട്ട് തിരിച്ച് മറക്കി എന്തൊക്കെയോ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ, വ്ളോഗ് എടുക്കാൻ. അങ്ങനെ ഹാപ്പി ആയിട്ടുള്ളൊരു ഡേ ആയിരുന്നു കേട്ടോ ഇന്ന് ഞങ്ങളെല്ലാവരും കൂടിയിട്ട്. അപ്പോൾ ഫുഡ് വരാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾക്ക് തന്നെ നസ്രാനി സ്പെഷ്യലായിട്ടുള്ള ഒരു പ്ലാറ്റർ ഉണ്ടെന്ന് എനിക്കറിയാം. എന്താണ് ഐറ്റംസ് ഒന്നും അറിയില്ല. പിന്നെ കുറച്ച് സ്പെഷ്യലായിട്ടുള്ള കുറച്ച് ഡിഷ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ചിക്കൻ ചീസ് ഫ്രൈസ് ആട്ടോ. അത് ഭയങ്കര ഇഷ്ടമായിട്ടോ. നല്ല അടിപൊളി ഐറ്റമാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സൂപ്പറായിരുന്നു സത്യം പറയാലോ. നല്ല അടിപൊളി. ലവ്യ അടക്കം ചോദിച്ച് മേടിച്ച് കഴിക്കണ്ടായിരുന്നു കേട്ടോ. ഞാൻ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഇന്നേ വരെ ഇത്രയും യമ്മിയായിട്ടുള്ള ഒരു എന്താ പറയുക ലോഡഡ് ഫ്രൈസ് എന്നൊക്കെ പറയുന്ന പോലെ ചിക്കൻ ചീസ് ഫ്രൈസ് ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ. അത്രയും യമ്മിയായിരുന്നു. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ വേറെ ഐറ്റം നമുക്ക് ഒരു ലൈം ജ്യൂസിൽ ഒരു ഡിഫറെൻറ്റ് കളറൊക്കെ ആയിട്ടുള്ളൊരു ലൈം ജ്യൂസ് ഉണ്ടായിരുന്നു. അതൊക്കെ ഇഷ്ടമായി. അതുകൊണ്ടാണെങ്കിൽ പിന്നെ വാക്കൊക്കെ പൊള്ളുണ്ടായിരുന്നു. എരിയണു എന്നൊക്കെ പറഞ്ഞാൽ അവൻ ഞങ്ങൾ ശല്യം ചെയ്യണ്ടായിരുന്നില്ല കേട്ടോ. കാരണം പറഞ്ഞേക്കാട്ടും മുന്നേ ആദ്യം ഭയങ്കര വേഷം കെട്ട് കാട്ടുമ്പോൾ ഞാൻ പറഞ്ഞു, ആദ്യം ഇതേ നിന്നെ കൂട്ടാണ്ട് ഇതേ രാവിലെ ഞാൻ പോയി എന്നൊക്കെയുള്ള വീഡിയോ കാട്ടി കൊടുത്തുകൊണ്ടാണോ എന്നറിയില്ല, അവൻ നല്ല അടങ്ങി ഒതുങ്ങിയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കമ്പാരിറ്റീവ്ലി യൂഷ്വലി ഫുൾ അലമ്പുള്ള അതും അങ്ങനെ അലമ്പൊന്നും കാട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഇത് ലൈം ജ്യൂസ് ഇതൊക്കെ കുടിച്ചു. പിന്നെ ഇത് ലവ്യാണെങ്കിൽ ഷാരും ലവ്യും ഭയങ്കര വൈബാട്ടോ. എനിക്കാണെങ്കിൽ ലവ്യ എന്ന് പറഞ്ഞു ഭയങ്കര ജീവനാണ്. അപ്പോൾ ലവ്യായിട്ട് ഇതേ ഇങ്ങനെ ഓരോ വക കാര്യങ്ങളൊക്കെ. അപ്പോൾ എനിക്കാണെങ്കിൽ ഭയങ്കര ഒരു ആശ്വാസം കേട്ടോ. ഞാൻ ആലോചിക്കുന്ന ചേച്ചി അല്ലെങ്കിൽ ഷാര അവരുടെ തൊട്ടടുത്തൊക്കെയാണ് എൻ്റെ വീടെന്ന് വെച്ചാൽ എനിക്ക് എന്ത് സമാധാനമായിരുന്നു അറിയോ. പക്ഷെ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ അവരുടെ അടുത്തൊക്കെ പോയിട്ട്. ഷാരാണെങ്കിൽ ഇങ്ങനെ അവളെ കളിപ്പിക്കും. ക്ഷമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷാരയ്ക്ക് എനിക്കില്ല കേട്ടോ ക്ഷമ എത്രയധികം ഇങ്ങനെ ഇരുന്ന് അവളിങ്ങനെ കളിപ്പിക്കും കേട്ടോ. അഷ്ടേച്ചിയാണെങ്കിലും നോക്കുകയൊക്കെ ചെയ്യും, ഇരുന്ന് കളിപ്പിക്കും കാര്യങ്ങൾ. പിന്നെ വിയാരുള്ളതുകൊണ്ട് അഷ്ടേച്ചി വിയാരുടെ കാര്യം നോക്കും. പിന്നെ കിട്ടുന്ന ചാൻസൊക്കെ ലവ്വിന് എടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് പ്ലാറ്റർ. ഇതിലാണെങ്കിൽ ഡിഫറെൻറ്റ് ബീഫ് ഐറ്റം ഉണ്ടായിരുന്നു, ചിക്കൻ ഐറ്റം ഉണ്ടായിരുന്നു, ലിവർ ഉണ്ടായിരുന്നു, കാടമുട്ട, പിന്നെ നമ്മുടെ സ്ക്വിഡ്, പിന്നെ അങ്ങനെ കുറേ ഐറ്റംസിലേക്ക് ഈ കാണുന്ന ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം എൻ്റെ അമ്മ നല്ല യമ്മിയായിരുന്നു കേട്ടോ. തള്ളി പറയുകയോ കാര്യങ്ങളൊന്നുമില്ല. സീരിയസ് ആയിട്ട് പറയുകയാണെങ്കിൽ ആ ലിവറൊന്നും എനിക്ക് വലിയ ഇഷ്ടമില്ലാത്ത ആളാണ്. പക്ഷെ ആ ലിവർ ഇപ്പോഴും അതിൽ വെള്ളം വരാം, അത്രയും യമ്മിയായിരുന്നു. അതുപോലെ ബീഫാണെങ്കിലും നല്ല യമ്മിയായിരുന്നു കേട്ടോ. എപ്പോഴും എനിക്ക് ആ ബീഫും ഇതും ചിക്കനൊക്കെ പിന്നെ നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് എടുത്ത് പറയുകയാണെങ്കിൽ ആ 2 ഐറ്റം ആട്ടോ പറയേണ്ടത്, അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ നല്ല യമ്മിയായിട്ട് ആസ്വദിച്ച്. ഞാനാണെങ്കിൽ വീഡിയോസൊക്കെ കാര്യങ്ങളൊക്കെ എടുക്കാനുള്ളതുകൊണ്ട് ഞാൻ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ എടുത്ത് ഞാൻ ഭയങ്കര മനസ്സറിഞ്ഞ് ഫുഡ് കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റാണ്. പിന്നെ ഞങ്ങളെല്ലാവരും കഴിച്ചു, ഞങ്ങൾ ട്രൈ ചെയ്തു. പിന്നെ എന്താ പറയുക, അവിടുത്തെ ആംബിയൻസാണ് എടുത്ത് പറയേണ്ടത്. നല്ല ആംബിയൻസ് ആയിരുന്നു. നമുക്കിപ്പോൾ വല്ല ബർത്ത്ഡേ പാർട്ടിയോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇവൻറ്റ്സോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റണൊരു സ്ഥലം കേട്ടോ. നമുക്ക് അവിടെ എന്താ ബാപ്റ്റിസും അങ്ങനെ കുറേ ഫങ്ഷൻസും കാര്യം. ബാക്കിൽ ഇത് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ബാക്കിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെയാണെങ്കിൽ നല്ല എന്താ പറയുക നല്ലൊരു പ്ലേസും കാര്യം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ കഴിച്ചു നോക്കിയപ്പോൾ
അഷ്ടേച്ചിക്കാണെങ്കിലും ഞങ്ങൾക്കാണെങ്കിലും നല്ല ഇഷ്ടമായി. അഷ്ടേച്ചാണെങ്കിൽ പറയായിരുന്നു ഇത് നല്ല ഐറ്റമായിരുന്നു, ഇത് സൂപ്പറായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയായിരുന്നു. അപ്പം അങ്ങനെ എന്താ പറയുക, അങ്ങനെ ഒരു നല്ല ഡേ, ഒരു വെൽ സ്പെൻഡ് ആയിട്ടൊരു ഡേ ആയിരുന്നു കേട്ടോ. പിന്നെ കഴിച്ചൊക്കെ ആയിട്ട് കുറച്ച് കഴിയുമ്പോൾ എനിക്കാണെങ്കിൽ ഓൾറെഡി രാവിലെ തൊട്ടിട്ട് ഇങ്ങനെ വന്നിട്ട് ഒരു മിനിറ്റ് പോലും റെസ്റ്റ് എടുക്കാണ്ട് നല്ല തല വെട്ടി പൊളിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അഷ്ടേച്ചിയോടെ ഞാൻ വരുന്ന സമയത്ത് ടാബ്ലറ്റ് എടുക്കാൻ വേണ്ടി, പിന്നെ അഷ്ടേച്ചിക്കാണെങ്കിൽ നെക്സ്റ്റ് ഡേ തൊട്ട് ഹൗസ് സർജൻസിക്ക് പോലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ അഷ്ടേച്ചിയോട് ഓൾറെഡി രാവിലെ തന്നെ അഷ്ടേച്ചി എന്തായാലും വരണം കേട്ടോ. പിന്നെ അഷ്ടേച്ചി തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷെ ആരൊക്കെയാണെങ്കിലും ടീച്ചിങ്ങിൻ്റെ കാര്യങ്ങളും ഇതൊക്കെ ആയിട്ട് അവൾക്കും ഇപ്പോൾ വെക്കേഷനാണ്, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾക്കും ഇതാ. അപ്പോൾ എല്ലാം കൊണ്ടും ഒരു നല്ല ഡേ തന്നെയായിരുന്നു കേട്ടോ, എല്ലാവർക്കും മീറ്റ് ചെയ്യാൻ പറ്റണതൊക്കെ ആയിട്ട്. അപ്പം അങ്ങനെ ഭയങ്കര സന്തോഷമായി. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ബാക്കിലാണ് ഇങ്ങനെ കുറച്ചൊരു അത്യാവശ്യം ഫങ്ഷനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റണ ഒരു ഇവൻറ്റ്സൊക്കെ നടത്താൻ പറ്റുന്ന സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ തല വെട്ടിപ്പൊളിയണോണ്ട് പിന്നെ ഞാൻ വീട്ടിൽ പോയിട്ട്, വീട്ടിലല്ല അവിടെ നിന്ന് തന്നെ കുറച്ച് നേരം ഇരുന്നിട്ട് റെസ്റ്റൊക്കെ എടുത്തിട്ട് തലവേദന ഒക്കെ മാറ്റിയിട്ടാണ് ഡ്രൈവ് ചെയ്ത് പോകുന്നത്. ക്യാബിൽ ഞങ്ങൾ കുറുക്കഞ്ചേരിയിലെത്തി. അവിടെ നിന്ന് പിന്നെ ഞാൻ വണ്ടി ഓടിച്ച് വന്നു കേട്ടോ, അങ്ങനെയാണ് ചെയ്തത്. പിന്നെ ഞാൻ പോകുന്ന വഴിയിൽ മിററൊക്കെ കണ്ടു, അപ്പോൾ കുറച്ച് സെൽഫീസും കാര്യങ്ങളും അതൊക്കെ എടുത്തു. പിന്നെ വീട്ടിലെത്തിയപ്പോഴാണെങ്കിൽ ലവ്യാണെങ്കിൽ പിന്നെ വേഷം കെട്ടും കാര്യങ്ങളായിരുന്നു, ഫീഡ് ചെയ്യേണ്ട ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോൾ ഈ മാമൻ സർപ്രൈസ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു, കുഞ്ഞുമാമൻ. വലിയമാമൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി കേട്ടോ, രാഹുലിൻ്റെ ഒക്കെ. അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും നല്ല മാമനുണ്ട്, ഇപ്പോൾ ഒരു പരിചയമൊക്കെ ഇടുമല്ലോ, ഭയങ്കര സന്തോഷമായിട്ട് തുള്ളിച്ചാടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയല്ല നമ്മുടെ ഒരു മിനി വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല